പാക്ക് ചെയ്തിട്ടുണ്ട്, കണ്ടില്ലേ? ഒരുപാട് സാധനമുണ്ട്. ഇത് ട്രാവൽ ബാഗ്, നോർമൽ ബാഗ്, ക്യാമറ ബാഗ്, അതിലൊരു ട്രോളി, അതല്ലാതെ ഒരു ക്യാരി ബാഗ്, ഗിംബിള്, ഗോഡോക്സ്, സ്റ്റാൻഡ്, ഇതേപോലെ തന്നെ ചെറിയൊരു ഹാൻഡ് ബാഗ്. ഇത്ര സാധനം പാക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ബാംഗ്ലൂർ വിടുവാണ്. നമ്മളിപ്പോൾ ട്രാഫിക്കിലാണ്. ഈ ഏകദേശം 2:45 ആയിട്ട് സമയം. ഒരു 5 മിനിറ്റ് കൊണ്ട് നമ്മളവിടെ എത്തും. 3 o'clock ട്രെയിൻ. കിട്ടുമായിരിക്കും. യശ്വന്ത്പൂർ ബാഗേറ്റിലേക്കാണ് ഞങ്ങൾ വന്നത്. 5ാമത്തെ പ്ലാറ്റ്ഫോം ബാഗേറ്റിലായിരുന്നു. അപ്പോൾ ബാഗേറ്റ് വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും ബാഗേറ്റ് അടച്ചിട്ടേക്കാണ്. ഏകദേശം 3 മാസം മുന്നേ അടച്ചിട്ടാന്ന് പറഞ്ഞത്. 3 മണിക്കാണ് ട്രെയിൻ. 2:45 ഞങ്ങളിവിടെ എത്തിയത്. ഇനിയിപ്പോൾ ഫ്രണ്ട് ഗേറ്റിലേക്ക് പോയിക്കൊണ്ടിരിക്കുക. ഞങ്ങളൊരു ഓട്ടോ പിടിച്ചിട്ടുണ്ട്, കാരണം കാർ ഈ വഴിക്ക് പോകത്തില്ല എന്ന് പറഞ്ഞു. അത് കാരണം ഒരു ഓട്ടോ വിളിച്ചിട്ടുണ്ട്. ഓട്ടോക്കാണ് മറന്നുമാണ്. കറക്റ്റ് സമയത്ത് എത്തി കേട്ടോ. എനിക്ക് പെർഫെക്റ്റ് ടൈം ആയിരുന്നു. സോ നമ്മൾ വാസ്കോ ഡ ഗാമയിൽ എത്തിയിട്ടുണ്ട്. റെയിൽവേ സ്റ്റേഷനിൽ ഇവിടെ നിന്നൊരു ടാക്സി കിട്ടി. ഗുഡ് മോർണിംഗ് ഗൈസ്, ഇറ്റ്സ് മീ നിതീഷ്. നമ്മളിപ്പോൾ രാവിലെ ഏകദേശം 12 മണിയായിട്ടുണ്ട്. നമ്മൾ രാവിലെ ഇവിടെ എത്തിയിട്ടുണ്ടായിരുന്നു. ഞാൻ പിന്നെ വണ്ടി വന്നപ്പോൾ ഞാൻ കുറച്ച് സ്ഥലങ്ങൾ കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ നമ്മൾ ഇവിടെ ഒരു ഹോം സ്റ്റേ എടുത്തിട്ടുണ്ട്. ഈ ഹോട്ടൽസിനേക്കാളൊക്കെ ചീപ്പറാണ് ആൻഡ് നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള സ്പേസാണ്. സോ ഐ വിൽ ഷോ യു അറൗണ്ട് എങ്ങനെയുണ്ട് നമ്മുടെ സ്പേസ്, എങ്ങനെയുണ്ടെന്ന് ഞാൻ അതേ കാണിച്ചു തരാം. സോ ഗൈസ്, ഇതാണ് നമ്മുടെ ഹോം സ്റ്റേ. വളരെ ചീപ്പായിട്ട് കിട്ടുകയാണ്. പെർ ഡേ 1000 rupees. നമുക്ക് കണ്ടു കഴിഞ്ഞാൽ തന്നെ അറിയാം. ഒരു TV ഒക്കെ ഉണ്ട്. ആൻഡ് ഇതാണ് നമ്മുടെ ഹാള്. ഇരിക്കാനൊരു സോഫയുണ്ട്, 2 ചെയേഴ്സ് ഉണ്ട്. ആൻഡ് ഇടയ്ക്കിടയ്ക്ക് മുഖം നോക്കാനാണെങ്കിൽ നമുക്കിവിടെ ഒരു കണ്ണാടി ഉണ്ട്. ലുക്സ് ഗുഡ്. ആൻഡ് ഇതാണ് ഇവിടെ താമസിക്കുന്ന ഫാമിലി കേട്ടോ. ഓരോരോ കാണിച്ച് നമ്മൾ അവരുടെ പ്രൈവസി കളയുന്നില്ല. ആൻഡ് ഇത് ഇവിടുത്തെ ഒരു എന്താ പറയുക, ഇരിക്കാൻ പറ്റിയൊരു ചെറിയൊരു സ്പേസ്. എല്ലാ സാധനങ്ങളും ഇവിടെ ഇരിക്കുന്നുണ്ട്, കണ്ടില്ലേ? കാര്യങ്ങൾ, ബാഗ്, ക്യാമറ ബാഗ്. ആൻഡ് ഇവിടെ ഒരു കണ്ണാടിയും കൂടി ഉണ്ട്. പിന്നെ ഒരു വാഷിംഗ് ബേസിനുണ്ട്. നമുക്കിവിടെ കിച്ചണുണ്ട്, കിച്ചൺ സൗകര്യമുണ്ട്. ക്യാൻ കുക്ക് ചെയ്യുക. മാഗി വാങ്ങിയിട്ടുണ്ട് വന്ന വഴിക്ക്. ഇതിലൊക്കെ രാവിലെ എഴുന്നേറ്റ് കഴിക്കണ്ടേ. പിന്നെ നമുക്കൊരു ഫ്രിഡ്ജുണ്ട്. ഐ ഡോണ്ട് നോ വെദർ ഫ്രിഡ്ജ് ഈസ് ഓപ്പറേഷണൽ. ഐ തിങ്ക് യു ക്യാൻ വർക്ക് ഇറ്റ് ഔട്ട്. സോ ഇതാണ് നമ്മുടെ ബെഡ്റൂം. AC ഉണ്ട്. ഇതുപോലെ തന്നെ ഡബിൾ ബെഡാണ്. ആൻഡ് ഇവിടെ ഒരു കണ്ണാടിയുണ്ട്. ഇവിടെ ഒരു നമുക്ക് സാധനങ്ങളൊക്കെ വെക്കാനുള്ള ഒരു വാൾഡ്രോപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ടാവില്ല മോസ്റ്റ്ലി. ആൻഡ് പ്ലസ് തേക്കാനുള്ള സെറ്റപ്പ് ഉണ്ട്. സോ അതാണ് ഇവിടുത്തെ ഏകദേശം അവസ്ഥ. പെർ ഡേ 1000 rupees ആണ്. ആൻഡ് ഐ തിങ്ക് ഇറ്റ്സ് വർത്ത് ഇറ്റ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ ബാക്കിയുള്ള സ്ഥലങ്ങളിലൊക്കെ നോക്കിക്കഴിഞ്ഞപ്പോൾ ഇപ്പോൾ ഹോട്ടൽ റൂംസ് ആണെങ്കിൽ കൂടി പെർ ഡേ ദേ ആർ ചാർജിങ് 1200 to 2000 rupees. ഒരു ബഡ്ജറ്റൈസ്ഡ് ഹോട്ടൽസിൻ്റെ കാര്യമാണ് ഞാൻ പറയുന്നത്. അല്ലാണ്ട് വളരെ എന്താ പറയുക പോർഷായിട്ടുള്ള അല്ലെങ്കിൽ ഭയങ്കര പ്രീമിയം ആയിട്ടുള്ള സ്ഥലങ്ങളല്ല. ഇറ്റ്സ് ലൈക്ക് നോർമൽ ബഡ്ജറ്റൈസ്. നമ്മളെപ്പോലുള്ള സാധാരണക്കാർക്ക് വന്ന് നിൽക്കാൻ പറ്റുന്ന സ്ഥലങ്ങൾ ഇപ്പോൾ ഉള്ള ഹോട്ടൽസിനെ കുറിച്ചാണ് പറയുന്നത്. ഏകദേശം 1200 to 2000 rupees ആണ് അവർ ചാർജ് ചെയ്യുന്നത്. പക്ഷേ ഇങ്ങനൊരു സ്പേസിൽ നമുക്ക് മിനിമം ഒരു 2-3 മെമ്പേഴ്സിന് ഈസിലി കം ആൻഡ് വി ക്യാൻ
use the space actually. Like we can sit there, we can watch some movies, or we can cook here, or we can like some people can sleep over there. So ഇങ്ങനെയുള്ള ഒരുപാട് ഹോം സ്റ്റേസ് ഉണ്ട് നമ്മുടെ ഗോവയിൽ. ആൻഡ് ഇറ്റ്സ് നിയർ ബൈ അഞ്ജന ബീച്ച്, അറൗണ്ട് ലൈക്ക് 4 to 5 kilometers ഫ്രം ഹിയർ. അപ്പോൾ ഇങ്ങനെയുള്ള സ്ഥലങ്ങൾ നിങ്ങൾ ഗോവ വന്നു കഴിഞ്ഞാൽ ചെക്കൗട്ട് ചെയ്യുക. ഒരുപാട് ഹോം സ്റ്റേസ് ഉണ്ട്. ജസ്റ്റ് go around, talk to people, and you can find out good places. അത് മാത്രമല്ല, ഡോണ്ട് ഗോ ത്രൂ ഓൺലൈൻ ഓൾ ദ ടൈം. നിങ്ങൾ ഗോവയ്ക്ക് വരുവാണെങ്കിൽ തന്നെ ഒരുപാട് പേര് ചെയ്യുന്നത് ഓൺലൈനിൽ ബുക്ക് ചെയ്യുക, അവരിവിടെ വരും, സ്പെൻഡ് ചെയ്യും ടൈം. ഞാൻ പറയുന്നത് ഏറ്റവും നല്ല കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓൺലൈനിൽ ബുക്ക് ചെയ്യുക 1 ഡേയ്ക്ക്, എന്നിട്ട് ഇവിടെ വരിക, എന്നിട്ട് അവിടെ ക്യാരി സാധനങ്ങളൊക്കെ വെച്ച് ജസ്റ്റ് എക്സ്പ്ലോർ ദ പ്ലേസ് ആൻഡ് ടോക്ക് ടു ലോക്കൽസ് ആൻഡ് യു വിൽ ഫൈൻഡ് ഗുഡ് പ്ലേസസ് ലൈക്ക് ഗുഡ് ഹോം സ്റ്റേസ് ഹിയർ. അങ്ങനെ ചെയ്യായിരിക്കും ഏറ്റവും നല്ലത്. അല്ലാതെ ഒരു വീക്കിലേക്കൊക്കെ ബുക്ക് ചെയ്യേണ്ട ഒരാവശ്യമില്ല. ഇപ്പോൾ ഇവിടെ സീസൺ ടൈം ആണെങ്കിൽ കൂടിയും ഈ ഒരു റേറ്റ് നമുക്ക് കിട്ടുന്നുണ്ട്. ഇപ്പോൾ ഡിസംബറാണ്, സീസൺ ടൈമാണ്, കംപ്ലീറ്റ്ലി റഷാണ് ഗോവ. ആൻഡ് സോ മെനി പീപ്പിൾ ആർ കമ്മിങ് ആൻഡ് the climate is very good and the parties are going on everywhere. So this place is so good, but the thing is like if you are coming here, നിങ്ങൾക്ക് ബഡ്ജറ്റൈസ്ഡ് ആയിട്ട് ചെയ്യാനാണെങ്കിൽ this is the best place. So home stays are the best place. You can cook yourself. ഫുഡ് ഗോവയിൽ ഭയങ്കര എക്സ്പെൻസീവ് ആണ്. നിങ്ങൾക്ക് ഒരു ബഡ്ജറ്റൈസ് ട്രിപ്പാണ് നിങ്ങൾ പ്ലാൻ ചെയ്യുന്നതെങ്കിൽ ഓഫ് കോഴ്സ് ഹോം സ്റ്റേസ് ആർ ദ ബെസ്റ്റ് ഓപ്ഷൻ ഫോർ യു. ആൻഡ് യു ക്യാൻ എക്സ്പ്ലോർ ആൻഡ് ഇറ്റ് വിൽ ബി നിയർ ബൈ ആൻഡ് യു വിൽ ഫീൽ ദാറ്റ് ഹോംലി വൈബ് ആൻഡ് യു ക്യാൻ call your friends, you can talk to them, you have a bigger space than a hotel room in a very less rate. So I think this is worth it. So guys, നമ്മൾ റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഏകദേശം 2 o'clock ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് പോയിട്ട് ഗോവ എക്സ്പ്ലോർ ചെയ്യാം. ലെറ്റ്സ് സീ. സോ ഗൈസ്, നമ്മുടെ സ്കൂട്ടിയൊക്കെ എടുത്തിട്ടുണ്ട്. പെർ ഡേ 400 rupees ആണ്. സീസൺ ടൈം ആയതുകൊണ്ടാണ്. ഇല്ലെങ്കിൽ ഒരു 250-300 നിങ്ങൾക്ക് കിട്ടും. പക്ഷേ ഇപ്പോൾ സീസൺ ടൈം ആയതുകൊണ്ട് തന്നെ അവർ 500 ആണ് പറഞ്ഞത്. പക്ഷേ നമ്മൾ ബാർഗെയിൻ ചെയ്തു 2 days വേണ്ടിയിട്ട്. അപ്പോൾ അവർ 400 വന്നു. ടോട്ടൽ 800 rupees ആണ്. പിന്നെ ഇതിനകത്ത് പെട്രോളൊക്കെ നമ്മൾ അടിക്കണം. കണ്ടീഷൻ ഭയങ്കര അബദ്ധമാണ്, പക്ഷേ പറഞ്ഞിട്ട് കാര്യമില്ല, വണ്ടി ഓടുന്നുണ്ട്. ഇനി വഴിക്ക് വെച്ച് നിൽക്കുകയാണെങ്കിൽ ഇതിൻ്റെ പുള്ളി വിളിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ പുള്ളി വരാമെന്നാണ് പറഞ്ഞത്. പുള്ളിൻ്റെ കോൺടാക്ട് നമ്പറൊക്കെ തന്നിട്ടുണ്ട്. എൻ്റെ ക്രെഡൻഷ്യലായിട്ട് ഞാൻ കൊടുത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ആധാർ കാർഡാണ്. ആധാർ കാർഡ് അല്ലെങ്കിൽ നമുക്ക് നമ്മുടെ പാൻ കാർഡ് അങ്ങനെയുള്ള എന്ത് വേണമെങ്കിലും അവർക്ക് കൊടുക്കാം. ID കാർഡ് ആയിരിക്കണം, അത്രേ ഉള്ളൂ. സോ നമ്മൾ ഇപ്പോൾ പോകുന്നത് ഇവിടെ ഓൾഡ് ഗോവയിലേക്കാണ്. അവിടെ ഒരുപാട് പഴയ ആർക്കിടെക്ചറുള്ള ചർച്ചസ് ഉണ്ടെന്നാണ് പറഞ്ഞത്. അപ്പോൾ അത് കാണാനാണ് ആദ്യം പോകുന്നത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ബീച്ചസ് ആയതുകൊണ്ട് നല്ല ചൂടാണ്. ഇപ്പോൾ ഓൾറെഡി നല്ല അത്യാവശ്യം വെയിലും കാര്യങ്ങളൊക്കെ ഉണ്ട്. സോ ഈവനിങ് ബീച്ചസിലേക്ക് പോകാൻ വിചാരിച്ചിട്ടാണ്. അപ്പോൾ ആദ്യം നമ്മൾ ഓൾഡ് ഗോവയിൽ പോയിട്ട് അവിടെയുള്ള ചർച്ചസൊക്കെ ഒന്ന് എക്സ്പ്ലോർ ചെയ്തിട്ട് നമുക്ക് വരാം. സോ ലെറ്റ്സ് ഗോ ഗൈസ്. നമ്മളിപ്പോൾ ഉള്ളത് ദ ബസലിക്ക ഓഫ് ബോം ജീസസ് ചർച്ചിലാണ്. പോർച്ചുഗീസുകാർ ഉണ്ടാക്കിയ ചർച്ചാണിത്. 1594 തുടങ്ങിയ ഇതിൻ്റെ കൺസ്ട്രക്ഷൻ കഴിയുന്നത് 1605 നമ്മുടെ യുനെസ്കോ വേൾഡ് ഹെറിറ്റേജ് സൈറ്റായിട്ട് പ്രഖ്യാപിച്ചൊരു സ്ഥലമാണിത്. ആൻഡ് പോർച്ചുഗീസിൻ്റെ ടോപ്പ് സ്റ്റോൺ വേൾഡ് വണ്ടേഴ്സിൽ അവരുടെ ബിൽഡിൽ വന്നിരിക്കുന്ന ഒരു ആർക്കിടെക്ചറാണിത്. നമ്മളിപ്പോൾ ഉള്ളത് ഇതിൻ്റെ ഉള്ളിലാണ്. ആൻഡ് ദ ആർക്കിടെക്ചർ ലുക്സ് സോ ഗുഡ്. ഭയങ്കര ഒത്തൻറ്റിക് ഫീലുണ്ട്. സോ നമ്മുടെ സെൻറ്റ് ഫ്രാൻസിസ് സേവിയറിൻ്റെ മരണാന്തരമായിട്ടുള്ള ശവശരീരം ഇവിടെ ഇപ്പോഴും സൂക്ഷിച്ചിട്ടുണ്ട്. ഇതിൻ്റെ ഉള്ളിൽ കയറി കഴിഞ്ഞപ്പോഴാണ് നമുക്കിത് മനസ്സിലാവുന്നത്. ഇപ്പം അതിനൊരു കേടുപാടുകൾ പറ്റിയിട്ടില്ലെന്നാണ് പറയപ്പെടുന്നത്. ചർച്ചൊക്കെ വിസിറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇനിയിപ്പോൾ അടുത്ത പോകുന്ന ഒർസോൺ ബീച്ചിലേക്കാണ്. ന്യൂഡ് ബീച്ച് എന്നാണ് പറയപ്പെടുന്നത്. വളരെ ആൾക്കാർ കുറവുള്ളൊരു ബീച്ചാണ്. അത്യാവശ്യം നല്ല പ്രൈവസി കിട്ടുന്നൊരു ബീച്ചാണെന്നാണ് പറയപ്പെടുന്നത്. അധികം ക്രൗഡും കാര്യങ്ങളൊന്നുമില്ല. സോ ലെറ്റ്സ് സീ വാട്ട്സ് ദെയർ. ആൻഡ് ന്യൂഡ് ബീച്ച് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ കുറച്ചൊരു ചെറിയ ക്രേസൊക്കെ ഉണ്ട് ആൾക്കാർ കാണുന്നവർക്ക്. പക്ഷെ അങ്ങനെയൊന്നുമില്ല പ്രത്യേകിച്ച്. കൂടുതലും ഫോറിനേഴ്സ് വരുന്നൊരു സ്ഥലമാണ്. അധികം നമ്മുടെ ഇന്ത്യൻസ് പോകാത്തൊരു സ്ഥലമാണ്. കാരണം അധികം ആൾക്കാർക്കും അറിയത്തില്ല ഒർസോൺ ബീച്ചിനെ പറ്റി. സോ ലെറ്റ്സ് സീ അവിടെ എന്താണ് സംഭവിക്കുന്നതെന്ന് നമുക്ക് അവിടെ പോയിട്ട് എന്താണെന്ന് കാണാം.
സോ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്കറിയാം ഒരുപാട് വേസ്റ്റാണ് കണ്ടില്ല. പ്ലാസ്റ്റിക്, ബിയർ ബോട്ടിൽസ്, ഫുൾ വേസ്റ്റ് എന്നൊക്കെ വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതൊരുമാതിരി വേസ്റ്റ് ബിന്നിൻ്റെ അവസ്ഥയാണ് ഇവിടെ ആ വഴിക്ക് പോകാൻ പറ്റാത്തതുകൊണ്ട് വേറൊരു വഴി ഞങ്ങൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. സോ അതിൽ കൂടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ കണ്ടില്ലേ, ഇപ്പോൾ സൺസെറ്റ് ആവാനുള്ള ഏകദേശം ഒരു ടൈം വേണ്ട, കുറച്ച് നല്ല വിഷ്വൽസ് കിട്ടുമെന്ന് അറിയാൻ വേണ്ടി വന്നതാണ്. സോ നമ്മളിപ്പോൾ ഒരു ഹിൽ സൈഡിലാണുള്ളത്. സോ എൻ്റെ പുറകിൽ നോക്കി കഴിഞ്ഞാൽ കാണാം താഴെ നമ്മുടെ ഓഷ്യനാണ്. ലുക്ക് സോ ഗുഡ്, സോ ബ്യൂട്ടിഫുൾ. ഇവിടെ തൊട്ടടുത്തുള്ള ബീച്ചിലേക്ക്, നമ്മൾ ന്യൂഡ് ബീച്ച് എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് വരാൻ വേണ്ടി ഇരുന്നാണ്. പക്ഷേ ഞങ്ങൾ കഴിഞ്ഞ ദിവസം അവിടെ പോയിട്ടുണ്ടായിരുന്നു, അത് കാരണം അങ്ങോട്ട് പോയില്ല. അതിന് പകരം ഞങ്ങൾ വേണ്ട ഈ മല കയറി, ഇതിൻ്റെ സൈഡിൽ കൂടി ഒരു മലയുണ്ട് ഇങ്ങോട്ടേക്ക്. സോ അത് ജസ്റ്റ് ഒന്ന് കയറി ജസ്റ്റ് കുറച്ച് നേരത്തേക്കുള്ള ഹൈക്കിംഗ്, ഒരു 15 to 20 minutes ഹൈക്ക് ചെയ്തപ്പോഴത്തേക്കും ഞങ്ങൾ വേണ്ട ഈ സ്പോട്ടിലേക്ക് എത്തി. സോ ഗുഡ്. വളരെ കുറച്ച് ആളുകൾ ഇവിടെയുള്ളൂ, ഒരു 2-3 ഗ്രൂപ്പ്സ് ഉണ്ടാവും പീപ്പിൾ. ആൻഡ് ഐ തിങ്ക് വി ക്യാൻ സ്പെൻഡ് അവർ ഈവനിങ് ഹിയർ. ലെറ്റ്സ് സീ. ട്രിപ്പിനുള്ളത് നമ്മുടെ വിഷ്ണുവാണ്. വിഷ്ണു ഹായ് പറഞ്ഞു. ഹായ് മോനെ. വിഷ്ണു നടത്തുന്ന എനിക്ക് തോന്നുന്നു. ഇപ്പം നമ്മളിവിടുന്ന് കുറച്ച് ഷോർട്ട്സ് എടുക്കാൻ വേണ്ടിയിട്ട് ഗിംബിൾ സെറ്റ് ചെയ്യാനുള്ള പരിപാടിയാണ്. സോ കുറച്ച് സമയം എടുക്കും ഗിംബിൾ സെറ്റ് ചെയ്യാൻ, അറൗണ്ട് ലൈക്ക് 5 to 10 minutes. ഇപ്പം ഞാൻ യൂസ് ചെയ്യുന്ന മെയിൻ ക്യാമറയാണ് നമ്മുടെ സോണി A7M3. അപ്പോൾ അതിനകത്തിപ്പോൾ നോർമൽ വൈഡ് ആംഗിൾ ലെൻസാണ് ഇട്ടിരിക്കുന്നത്. ഇത് കണ്ടില്ല, നമ്മുടെ ബാക്ക്ഗ്രൗണ്ട് അടിപൊളിയാണ്. കുറച്ച് നല്ല ഷോട്ട്സ്, കുറച്ച് വാക്കിംഗ് ഷോട്ട്സും കാര്യങ്ങളൊക്കെ ഇവിടുന്ന് എടുക്കാൻ പറ്റുമെന്നാണ് തോന്നുന്നത്. കാരണം ദ ലൈറ്റിംഗ് ലുക്സ് സോ ഗുഡ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈവനിങ് ആണ് ആൻഡ് ദ സൺ ഈസ് ഗോയിങ് ടു സെറ്റ്. ഇറ്റ്സ് ഓൾമോസ്റ്റ് ലൈക്ക് 5:16 PM. അപ്പോൾ അത് കാരണം തന്നെ ഇപ്പോൾ ഒരു ഗോൾഡൻ അവറിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഗോൾഡൻ അവർ ആയിട്ടില്ല, കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ സണ്ണ് ക്ലൗഡ്സിൻ്റെ പുറകിലാണുള്ളത്. സോ ഇഫ് സൺ കംസ് ഔട്ട് ഇറ്റ് വിൽ ലുക്ക് നൈസ് and I think we'll get some nice shots. Let's see how it comes.